നമസ്കാരം. എല്ലാവരും പുതിയൊരു ഭരണമാറ്റത്തിന് വേണ്ടി കാത്തിരുന്ന് അങ്ങനെ അത് സാധിച്ചതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അല്ലേ. 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം വേറൊരു ഭരണം വരണമെന്നുള്ളത് അത് അനിവാര്യമാണ്. നമ്മൾ ഹെറിഡിറ്ററി ആയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ. അപ്പോൾ സാധാരണ കേരളത്തിൽ 5 വർഷം ഒരാൾ ഭരിച്ചാൽ അടുത്ത വർഷം മറ്റൊരു പാർട്ടിക്കാണ് കിട്ടാറ്. ജനങ്ങൾ തിരിഞ്ഞു കുത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഒന്നുകൂടി ഒരു അവസരം കൊടുത്തു. ആ അവസരം അവരെല്ലാം വേണ്ടവണ്ണം മുതലാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ മക്കൾക്കും മന്ത്രിമാരുടെ മക്കൾക്കും BA പെൻഷന് എന്ന് വേണ്ട, PSCയിൽ അംഗത്വം എന്ന് വേണം, എല്ലാ കാര്യങ്ങളും അവർ സേഫാക്കി വെച്ച് തൂത്തു വാരിയതിന് ശേഷമാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവരത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ ഭരണം നടത്തിയത്. ഇനി അവർക്ക് കിട്ടണ്ട, കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കാമെന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. ആ രീതിയിലുള്ള എല്ലാ അഴിമതികളും നടത്തി നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ചാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. ഇനി വരുന്ന സർക്കാരിനാണ് അടുത്ത വലിയൊരു ബാധ്യതയാണ്. ഇത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇങ്ങനെ ഖജനാവ് കാലിയായി പോയി കഴിഞ്ഞാൽ വരുന്ന സർക്കാരുകൾക്ക് അതൊരു വലിയ ബാധ്യതയാണ്. ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ തുടരാൻ സാധിക്കുമോ? ഇനി അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ആശങ്കകളൊക്കെ നമ്മൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.